ഹായ്, എൻ്റെ പേര് ഡോക്ടർ ജിത്ത. ഞാൻ സബൈൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെൻറ്ററിലെ മെറ്റേണൽ ആൻഡ് ഫീറ്റൽ മെഡിസിൻ വിഭാഗം കൺസൾട്ടൻ്റാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ, എന്താണ് ഈ മെറ്റേണൽ ആൻഡ് ഫീറ്റൽ മെഡിസിൻ, എങ്ങനെയാണ് മെറ്റേണൽ ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ഒരു റേഡിയോളജിസ്റ്റിൽ നിന്ന് ഡിഫറെൻ്റ് ആകുന്നത്, എന്താണ് മെറ്റേണൽ ആൻഡ് ഫീറ്റൽ മെഡിസിൻ കൊണ്ടുള്ള ഗുണങ്ങൾ, അഥവാ അതൊരു മാൻഡേറ്ററി കാര്യമാണോ ഡ്യൂറിങ് എ പ്രഗ്നൻസി എന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ്. മെറ്റേണൽ ആൻഡ് ഫീറ്റൽ മെഡിസിൻ എന്ന് പറയുന്ന ഒരു റിലേറ്റീവ്ലി ന്യൂ സ്പെഷ്യാലിറ്റിയാണ്. എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ തന്നെ ഇതൊരു 1980s മുതലുണ്ട് എങ്കിലും എല്ലായിടത്തും ഇതിൻ്റെ ഒരു റീച്ച് വന്നു തുടങ്ങിയിരിക്കുന്നത് ഇപ്പോൾ റീസെൻ്റ്ലിയാണ്. ഇപ്പം മിക്കവാറുമുള്ള എല്ലാ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസിലും ഇങ്ങനെ ഒരു ബ്രാഞ്ചുണ്ട്. അതിനൊരു കൺസേണിങ് ഒരു സ്പെഷ്യാലിറ്റി ഹെഡും ഉണ്ട്. സോ ഇപ്പോൾ എന്താണ്, ഇസ് ഇറ്റ് റിയലി റിക്വയർഡ്, ഇതിൻ്റെ ഒരു ആവശ്യം നമുക്കുണ്ടോ, അല്ലെങ്കിൽ ഇതൊരു മാൻഡേറ്ററി കാര്യമാണോ? ഇപ്പോൾ ഓരോ പ്രഗ്നൻറ്റ് മദറും ഒരു മെറ്റേണൽ ആൻഡ് ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് പോകേണ്ട ആവശ്യമുണ്ടോ? ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഈ സ്പെഷ്യാലിറ്റി നമ്മൾ മനസ്സിലാക്കണം. സോ പേര് പറയുന്നത് പോലെ മെറ്റേണൽ ആൻഡ് ഫീറ്റൽ മെഡിസിൻ എന്നാണ് നമ്മൾ സ്പെഷ്യാലിറ്റിക്ക് വിളിക്കുന്ന പേര്, അഥവാ പെരിനേറ്റോളജി എന്ന് പറയും. സോ മെറ്റേണൽ അമ്മയും, ഫീറ്റസ് കുഞ്ഞും, അമ്മയെയും കുഞ്ഞിനെയും കൺസേൺ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ടേക്ക് കെയർ ചെയ്യുന്ന ഒരു കൺസൾട്ടൻറ്റ് അഥവാ സ്പെഷ്യലിസ്റ്റ്. ഇതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ പെരിനേറ്റോളജി എന്ന് പറയുന്ന വാക്കുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് പ്രഗ്നൻസിയുടെ മുൻപേ ഉള്ള കാലയളവ്, പ്രഗ്നൻസിയുടെ കാലയളവ്, പ്രഗ്നൻസി കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി ഉള്ള സമയം. ഇത്രയും 3 സമയങ്ങളിൽ അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ട ഗൈഡൻസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇത്രയും പറയുമ്പോൾ തന്നെ മെറ്റേണൽ ആൻഡ് ഫീറ്റൽ മെഡിസിൻ കൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിന് ഒരു ക്ലാരിറ്റി വരുന്നു. ഇനി ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഡൗട്ടാണ്, സ്കാൻ ആണല്ലോ നമ്മൾ ചെയ്യുന്നത് പ്രഗ്നൻസിയിൽ. ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല 3 സ്കാൻ 4 സ്കാൻ അല്ല, ഒരുപാട് സ്കാനുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് സാധാരണ ഒരു ഡോക്ടർ ചെയ്താലും പോരെ, ഈ ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് അഥവാ മെറ്റേണൽ ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? അങ്ങനെ ഒരു വ്യത്യാസമുണ്ടോ? ഉണ്ട്. എന്താ അതിൻ്റെ വ്യത്യാസം? ഒരു മെറ്റേണൽ ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് കാണുന്ന അല്ലെങ്കിൽ മാനേജ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന രീതിയെ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു, പ്രഗ്നൻസിയുടെ മുൻപേ തന്നെ ഈ കെയർ പ്ലാൻ ആരംഭിക്കുകയാണ്. അതെങ്ങനെ, പ്രഗ്നൻസിയുടെ മുൻപേ തന്നെ എങ്ങനെയാണ് ആ കെയർ പ്ലാൻ ആരംഭിക്കുന്നത്? അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ, ഇപ്പോൾ ഒരു മദർ, സപ്പോസ് ഒരു 39-year-old അമ്മയാണ്, ആ അമ്മ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നു. സോ ആ അമ്മയുടെ ഏജ് അനുസരിച്ച് തന്നെ ഓട്ടോമാറ്റിക്കലി അമ്മ ഒരു ഹൈ റിസ്ക് പ്രഗ്നൻസി ഗ്രൂപ്പിലേക്ക് വന്നു, ഈവൻ ബിഫോർ പ്രഗ്നൻ്റ് ആകുന്നതിന് മുൻപ് തന്നെ. സോ ഇന്നത്തെ കാലത്ത് ഒരുപാട് അസുഖങ്ങൾ, ലൈഫ് സ്റ്റൈൽ ഡിസീസസ് നമുക്കുണ്ട് അല്ലേ? ഡയബറ്റീസ് ഉണ്ട്, ഹൈപ്പർ ടെൻഷൻ, കിഡ്നി പ്രോബ്ലംസ്. എത്രയോ യങ് മദേഴ്സിന് അല്ലെങ്കിൽ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നവരിൽ തന്നെ റീനൽ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞവരുണ്ട്, കാർഡിയാക് വാൽവ് റീപ്ലേസ്മെൻറ്റ് കഴിഞ്ഞ് ഇരിക്കുന്നവർ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ ഒരുപാട് ഹൈ റിസ്ക് പ്രോബ്ലംസിലൂടെ പോകുന്നവർ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുമ്പോൾ അവർക്ക് ആ പ്ലാനിങ് സ്റ്റേജ് മുതലേ ഒരു മെറ്റേണൽ ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റിൻ്റെ ഗൈഡൻസ് അത്യാവശ്യമാണ്. എന്താ കാരണം? കുഞ്ഞുങ്ങൾക്ക്, അതായത് ഭാവിയിൽ അവർ ഗർഭം ധരിക്കാൻ പോകുന്ന ശിശുവിന് അവരുടെ ഈ പ്രൈമറി മെഡിക്കൽ കണ്ടീഷൻ കൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുമോ? ഉണ്ടെങ്കിൽ അത് നേരത്തെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? അങ്ങനെ കണ്ടുപിടിച്ചാൽ അതിനൊരു സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുമോ? ഇത്രയും കാര്യങ്ങളെക്കുറിച്ച് ഒരു മുൻധാരണയോടുകൂടെ പ്രഗ്നൻസി പ്ലാൻ ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി അവരെ ആ പ്രഗ്നൻസിയിലൂടെ ഗൈഡ് ചെയ്ത് ഒരു സേഫ് ടൈമിംഗ് ഓഫ് ഡെലിവറി ഡിസൈഡ് ചെയ്ത് അമ്മയും കുഞ്ഞിനെയും സേഫായി ഇതിൽ നിന്ന് പുറത്തോട്ട് കൊണ്ടുവരിക എന്നുള്ളൊരു ദൗത്യത്തോടാണ് ആദ്യം ഒരു മെറ്റേണൽ ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ഇവരെ കാണുന്നത്. സോ അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ, ഓക്കെ, ഒരു ഹൈ റിസ്ക് മദറിന് മാത്രമാണോ ഈ സേവനം ആവശ്യം? അല്ല. എന്താ അങ്ങനെ പറയാൻ കാരണം? ലോ റിസ്ക് മദറിനെ എങ്ങനെയാണ് ഒരു ഹൈ റിസ്ക് മദറാണോ ലോ റിസ്ക് മദറാണോ എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത്? അപ്പോൾ ഞാനൊരു ഹൈ റിസ്ക് മദറാണോ അല്ലെങ്കിൽ ലോ റിസ്ക് മദറാണോ, എങ്ങനെ ഞാനിതറിയും? അപ്പോൾ ഇതറിയാൻ ഞാനൊരു ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റിനെ കാണേണ്ട ആവശ്യമുണ്ടോ? ഉണ്ട്. ഇതൊക്കെയാണ് പ്രൈമറിലി നോർമലി ഒരു കൺസൾട്ടൻ്റ്, ഒരു റേഡിയോളജിയോ അല്ലെങ്കിൽ ആരാണെങ്കിലും ഒരു മദറിനെ, ഒരു ബേബിയെ കാണുമ്പോഴുള്ളതും ഒരു ഫീറ്റൽ മെഡിസിൻ പേഴ്സൺ കാണുമ്പോഴുള്ള വ്യത്യാസം എന്ന് പറയുന്നത്.
സോ എങ്ങനെയാണ് ആ അപ്രോച്ചിലുള്ള വ്യത്യാസം? ഒരു മദറിനെ ആദ്യമായിട്ട് ഒരു ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് കാണുമ്പോൾ ആദ്യം ആ അമ്മയുടെ പശ്ചാത്തലം, അതാണ് നമ്മൾ ഉടനെ തന്നെ ഓക്കെ കിടന്നോളൂ സ്കാൻ ചെയ്യാം അങ്ങനെയല്ല അതിൻ്റെ ഒരു തോട്ട് പ്രോസസ്സ് പോകുന്നത്. ആ അമ്മയുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അമ്മയുടെ മെഡിക്കൽ ഹിസ്റ്ററി എന്താണ്, അമ്മയുടെ പാസ്റ്റ് ഹിസ്റ്ററി എന്താണ്, ഫാമിലി ഹിസ്റ്ററി എന്തെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും ഒരു ജനറ്റിക് കണ്ടീഷൻ അവരുടെ ഫാമിലിയിൽ റൺ ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലും ഒരു ക്രോണിക് ഇൽനെസ് അവർക്കുണ്ടോ, ഉണ്ടെങ്കിൽ അതെന്താണ്, അത് കറക്റ്റ്ലി ഡയഗ്നോസ്ഡ് ആണോ, അല്ലെങ്കിൽ അതിനൊരു ഇംപ്ലിക്കേഷൻ ഉണ്ടോ ഈ പ്രഗ്നൻസിയിൽ. ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് ചെക്സ് നടന്നിട്ടാണ് നമ്മൾ ഒരു ബേബിയെ സ്ക്രീൻ ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. എന്തിനാണ് ഈ ബാക്ക്ഗ്രൗണ്ട് ചെക്സ് എല്ലാം ചെയ്യുന്നത്? ഇതെല്ലാം ചെയ്യുമ്പോഴാണ് ആ മദർ പ്രൈമറിലി ഹൈ റിസ്ക് ഗ്രൂപ്പിലാണോ ലോ റിസ്ക് ഗ്രൂപ്പിലാണോ പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യാലിറ്റി എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അഥവാ ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യാലിറ്റി നൽകുന്ന സേവനങ്ങൾ, ഒന്ന്, പ്രഗ്നൻസിയെ ട്രയാജ് ചെയ്യുക എന്ന് പറയും. ഹൈ റിസ്ക് ലോ റിസ്ക് പ്രഗ്നൻസിയായി തരംതിരിക്കുക. രണ്ട്, അങ്ങനെ തരംതിരിച്ച പ്രഗ്നൻസിക്ക് ഒരു കെയർ പ്ലാൻ പ്രിപ്പയർ ചെയ്യുക. ആ അമ്മയ്ക്കും ആ കുഞ്ഞിനുമുള്ള ഒരു കെയർ പ്ലാൻ. എത്ര ഫ്രീക്വൻ്റ്ലി സ്കാൻ വേണം, എങ്ങനെ മോണിറ്ററിങ് വേണം, എന്തൊക്കെ മെഡിസിൻസ് ആഡ് ചെയ്യണം, ഒരു ഒബ്സ്റ്റട്രീഷ്യനുമായി ഒരു കോർഡിനേഷനിൽ ആ കെയർ പ്ലാൻ പ്രിപ്പയർ ചെയ്യപ്പെടുന്നു. രണ്ട്. മൂന്ന്, ഉണ്ടാകാവുന്ന പ്രോബ്ലംസ് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് ടെസ്റ്റുകൾ ഉപയോഗിച്ച് ശ്രമിക്കുക. എന്തെല്ലാം ടെസ്റ്റുകൾ? ആദ്യത്തെ 3 മാസത്തിൽ ചെയ്യുന്ന കമ്പൈൻഡ് സ്ക്രീനിങ് ടെസ്റ്റ്, പ്രീ എക്ലാംസിയ സ്ക്രീനിങ് ടെസ്റ്റ്, NIPT പോലെയുള്ള ജനറ്റിക് ടെസ്റ്റുകൾ, ഇതെല്ലാം ഉപയോഗിച്ച് കുഞ്ഞിന് വരാൻ പോകുന്ന അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള പ്രോബ്ലംസ് പ്രെഡിക്റ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുക. അടുത്തത്, നാലാമത്തെ കാര്യം, സ്ട്രക്ചറൽ അബ്നോർമാലിറ്റീസ് അഥവാ ജനറ്റിക് പ്രോബ്ലംസിനായി സ്ക്രീൻ ചെയ്യുക. സ്കാൻ വഴി ആദ്യത്തെ 3 മാസത്തിൽ 11 തൊട്ട് 14 ആഴ്ച വരെ ചെയ്യുന്ന സ്കാൻ, 5-ാം മാസത്തിൽ 20 തൊട്ട് 22 ആഴ്ച വരെ ചെയ്യുന്ന സ്കാൻ, 34 തൊട്ട് 36 ആഴ്ച വരെ ചെയ്യുന്ന സ്കാൻ, ഇത് മൂന്നും വെച്ച് പ്രോബ്ലംസ് കണ്ടുപിടിക്കുക. 5, ഈ പ്രോബ്ലംസിനുള്ള ട്രീറ്റ്മെൻറ്റ് ഗർഭാവസ്ഥയിൽ ഉള്ള സമയത്തോ ഓർ ഡെലിവറിക്ക് ശേഷമോ ചെയ്യാൻ പറ്റുന്ന കറക്റ്റീവ് മെഷേഴ്സ്. RH ഇൻകോമ്പാറ്റബിലിറ്റി പോലെയുള്ള കണ്ടീഷൻസിൽ അഥവാ കുഞ്ഞുങ്ങളുടെ ഹാർട്ട് റേറ്റിൽ ഉണ്ടാകാവുന്ന വ്യതിയാനം, ഈ പ്രോബ്ലംസിലൊക്കെ പ്രഗ്നൻസി ഉള്ള സമയത്ത് തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും നമുക്കിന്ന്. ചില സ്ട്രക്ചറൽ ഹാർട്ട് പ്രോബ്ലംസ് കണ്ടുപിടിച്ചാൽ ഡെലിവറിക്ക് ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ടോ 6 മാസത്തിനുള്ളിലോ സർജറി ചെയ്ത് കറക്റ്റ് ചെയ്യാവുന്ന കാര്യങ്ങൾ. ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുക ഇമ്മീഡിയറ്റ്ലി ഓർ ഡെലിവറിക്ക് അപ്പുറം. ടൈമിംഗ് ഓഫ് ഡെലിവറി ഇനീഷ്യേറ്റ് ചെയ്യുക, സേഫ് ഡെലിവറി ഉറപ്പുവരുത്തുക, ഡെലിവറിക്ക് ശേഷം കുഞ്ഞിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് ഉറപ്പുവരുത്തുക. എ സേഫ് മദർ ആൻഡ് എ സേഫ് ബേബി.